നമുക്കിന്ന് ശബ്ദവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മനുഷ്യന്റെ ശ്രവണ പരിധി, അതായത് ഓഡിബിൾ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് അഥവാ 20 കിലോ ഹെഡ്സ് വരെ എന്ന് നമ്മൾ പറയും അല്ലെ. ആ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസി റേഞ്ച്, അതല്ലെങ്കിൽ ഈ ആവൃത്തിയെ എന്ത് പേരിട്ട് നമുക്ക് വിളിക്കാമെന്ന് ചോദിക്കാം. അതിന് പറയുന്ന പേരാണ് സോണിക് ശബ്ദം. എന്നാൽ 20 ഹെഡ്സിലും താഴ്ന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ താഴ്ന്ന ആവൃത്തി എങ്ങനെ അറിയപ്പെടുന്നു നിങ്ങൾക്കറിയോ? അതിന് പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് ഫ്രീക്വൻസി അഥവാ ഇൻഫ്രാസോണിക് ശബ്ദം. ഈ ആന, തിമിംഗലം തുടങ്ങിയ ജീവികൾക്ക് ഇൻഫ്രാസോണിക് ശബ്ദം ഉണ്ടാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗം ഏതാ എന്ന് ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതും ഏത് തന്നെയാണ്? ഇൻഫ്രാസോണിക് തന്നെയാണെന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 20,000 ഹെഡ്സിലും കൂടുതൽ, അതായത് 20 കിലോ ഹെഡ്സിലും കൂടിയ ശബ്ദം എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം അൾട്രാസോണിക് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. നായകളായിക്കോട്ടെ, പൂച്ചകളായിക്കോട്ടെ, വവ്വാലുകളായിക്കോട്ടെ, ഡോൾഫിനുകളായിക്കോട്ടെ, ഇതൊക്കെ അൾട്രാസോണിക് എന്ന് പറയുന്ന ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന ജീവികളാണ്. ഇവയ്ക്കൊക്കെ അൾട്രാസോണിക് ശബ്ദം ഉണ്ടാക്കാനും തിരിച്ചറിയാനും കഴിയും. അപ്പോ മനുഷ്യന്റെ ശ്രവണ പരിധി സോണിക്, മനുഷ്യന്റെ ശ്രവണ പരിധിയെക്കാളും താഴ്ന്ന ആവൃത്തി ഇൻഫ്രാസോണിക്, മനുഷ്യന്റെ ശ്രവണ പരിധിയെക്കാളും കൂടിയ ആവൃത്തി അൾട്രാസോണിക്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തത് ഈ 3 ഘടകങ്ങൾ അല്ലെങ്കിൽ ഈ 3 ടേംസും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഇതെല്ലാം ശബ്ദത്തിന്റെ ആവൃത്തി അതല്ലെങ്കിൽ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇത് 3 മാത്രം പഠിച്ചാൽ പോരാ. ഇതുപോലെ തന്നെ ശബ്ദത്തിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ടേംസും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് വായുവില് ശബ്ദത്തിന്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 340 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. എക്സാക്ട്ലി 343.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പഠിക്കാം. ഇനി ശ്രദ്ധിക്കുക, വായുവിലെ ശബ്ദവേഗതയിൽ ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ വേഗതയെ നമുക്ക് പറയാം ട്രാൻസോണിക് സ്പീഡ്. ഇനി വായുവിലെ ശബ്ദവേഗതയുടെ ഇരട്ടി വേഗത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ ആ വേഗതയെ നമുക്ക് വിളിക്കാം സൂപ്പർ സോണിക് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ വായുവിലെ ശബ്ദവേഗതയുടെ 5 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ വേഗത എങ്ങനെ അറിയപ്പെടുന്നു? ഹൈപ്പർ സോണിക് സ്പീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി വായുവിലെ ശബ്ദവേഗതയെക്കാളും കുറഞ്ഞ വേഗതയൊന്നോ അല്ലെങ്കിൽ വായുവിലെ ശബ്ദവേഗതയുടെ പകുതി വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ വേഗത എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാം. അതിന് വിളിക്കുന്ന പേരാണ് സബ്സോണിക്. അപ്പോ വേഗതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാ? മാറിപ്പോവരുതേ. ട്രാൻസോണിക്, ഇരട്ടി വേഗതയാണെങ്കിൽ സൂപ്പർസോണിക്, 5 മടങ്ങ് വേഗതയാണെങ്കിൽ ഹൈപ്പർസോണിക്, ഇനി പകുതി വേഗത അല്ലെങ്കിൽ വായുവിലെ ശബ്ദവേഗതയെക്കാളും കുറഞ്ഞ വസ്തുക്കളുടെ വേഗതയാണെങ്കിലോ സബ്സോണിക്. നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് സോണിക്, ഇൻഫ്രാസോണിക്, അൾട്രാസോണിക് ഈ 3 പദങ്ങൾ ശബ്ദത്തിന്റെ ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ട്രാൻസോണിക്, സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് തുടങ്ങിയ പദങ്ങൾ ശബ്ദത്തിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെപ്പോഴും കേരള PSC കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ശബ്ദത്തിലെ ഒരു ഭാഗമാണ്. അപ്പൊ മാറിപ്പോവാതെ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്ത സെഷനിൽ പുതിയൊരു ഭാഗമായിട്ട് നമുക്ക് കാണാം.